തെർമൽ എക്സ്പാൻഷൻ. ഇപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെങ്ത് മാത്രമുള്ള ഒരു വസ്തുവാണെങ്കിൽ അല്ലെങ്കിൽ നീളം മാത്രമുള്ള ഒരു റോഡാണെങ്കിൽ അതിന്റെ നീളം കൂടും. ശരിയല്ലേ? അതായത് അതിന്റെ ലെങ്ത് കൂടും. ദാറ്റ് മീൻസ് ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കും. ഇനി ഒരു ലെങ്തും ബ്രെഡ്ത്തുമുള്ള ഒരു ബോഡി ആണെങ്കിൽ അതിന്റെ ഏരിയ കൂടും, അല്ലെങ്കിൽ ഒരു ഏരിയ എക്സ്പാൻഷൻ സംഭവിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വോളിയമുള്ള ഒരു ബോഡിയാണ്. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഒരു ഇഷ്ടിക അല്ലെങ്കിൽ ഒരു ക്യൂബ് അങ്ങനത്തെ ഒരു ഷേപ്പ് ആണെങ്കിൽ അതിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഞാൻ പറയാൻ കാരണം ഇതാണ്, ഇതിന് 3 എക്സ്പാൻഷൻ കോയിഫിഷ്യൻസ് ഉണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ആൽഫ, coefficient of area expansion that is represented by beta, coefficient of volume expansion that is represented by gamma. ഈ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്ത്, ആൽഫയും ഗാമയും തമ്മിലുള്ള റിലേഷൻ എന്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം ആദ്യം ലീനിയർ എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു L ആയിരുന്നു ആദ്യത്തെ ഒറിജിനൽ ലെങ്ത് എന്നിരിക്കട്ടെ. ആ വസ്തുവിന് ഡെൽറ്റ എൽ ലെങ്തും കൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയായി? എൽ പ്ലസ് ഡെൽറ്റ എൽ എന്നായി മാറി. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇപ്പൊ നോക്കിയേ, ഈ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിൻ, നമ്മൾ സ്ട്രെയിൻ എന്നൊക്കെ പറയലായിരുന്നോ? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കുകയല്ലേ? അതായത് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്തതും കൂടും. ശരിയല്ലേ? നമുക്ക് we can write it as the ratio of change in length by original length is directly proportional to the increase in temperature or change in temperature. Then delta L by L is equal to a constant into delta T. Then that constant is represented by coefficient of linear expansion alpha. Therefore, that is equal to alpha into delta T. That is equal to delta L by L. അപ്പൊ ആൽഫയുടെ വാല്യൂ എത്രയായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു പറ ഡെൽറ്റ എൽ ബൈ എൽ. ഇത് ഇങ്ങോട്ട് പോകുമ്പം ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി. ശരിയല്ലേ? ഇത്രയേ ഉള്ളു കാര്യം. ഇനി ഇതിന്റെ യൂണിറ്റ് എന്നായിരിക്കും? ഡെൽറ്റ എൽ ബൈ എൽ ചെയ്യുമ്പോൾ യൂണിറ്റ് പോയി അല്ലേ? ക്യാൻസൽ ആയി പോയി. അടി ടെമ്പറേച്ചർ, അപ്പോൾ ടെമ്പറേച്ചർ റേസ് ടു -1 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. മനസ്സിലായോ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സിമിലർലി ഏരിയ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. Therefore delta A by A is equal to a constant into delta T. Therefore that constant in a beta എഴുതി കഴിഞ്ഞാൽ that is equal to beta into delta T. Delta A by A എന്ന് പറയുന്നത്, therefore beta is equal to delta A by A into 1 by delta T. ശരിയല്ലേ കാർത്തി? വളരെ സിമ്പിൾ ആണ്. ഒരെണ്ണം മനസ്സിലായാൽ മതി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അങ്ങ് എഴുതി പോയാൽ. അങ്ങനെയെങ്കിൽ ഗാമയുടെ കേസ് എങ്ങനെയാകും? ഡെൽറ്റ വോളിയം
delta V by V is equal to a constant gamma into delta T. Therefore, gamma is equal to delta V by V into 1 by delta T. ഞാൻ മുഴുവൻ സ്റ്റെപ്പ് എഴുതേണ്ടി വന്നില്ല. ഒരെണ്ണം എഴുതി രണ്ടെണ്ണം എഴുതി കഴിയുമ്പോൾ നമുക്കതങ്ങ് മനസ്സിലാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെയും ഏരിയ വെട്ടിപ്പോവും, ഇവിടെയും വോളിയം വെട്ടിപ്പോവും. സോ ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു -1. ഇതിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു -1. ദിസ് ഈസ് ലീനിയർ എക്സ്പാൻഷൻ, ദിസ് ഈസ് ഏരിയ എക്സ്പാൻഷൻ, ദിസ് ഈസ് വോളിയം എക്സ്പാൻഷൻ. ഇനി ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫ് വരച്ചാൽ, ഇപ്പം വോളിയം എക്സ്പാൻഷൻ ആണെന്നിരിക്കട്ടെ, എൻ്റെ കയ്യിലൊരു ബോഡി ഉണ്ട്, അതിന് ഞാൻ ടെമ്പറേച്ചർ കൂട്ടി അതിൻ്റെ വോളിയം കൂട്ടുക. ഇത് ടെമ്പറേച്ചർ ഇങ്ങോട്ട് കൂടുകയാണ്, കെൽവിനിലോ ഡിഗ്രി സെൽഷ്യസിലോ ഏരിയയിലോ എഴുതുക. ഇതിപ്പം 250 കെൽവിൻ, ഇത് 500 കെൽവിൻ, ഇത് 1000 കെൽവിൻ, എക്സെട്ര. വോളിയം വളരെ കുറച്ചേ കൂടുകയുള്ളൂ. എന്ന് വെച്ചാൽ 3 × 10⁻⁻⁵. വേറൊരു ഇവിടെ 6 × 10⁻⁻5, ഇവിടെ 9 3 6 9 9 × 10⁻⁻5 ആണെങ്കിൽ ടെമ്പറേച്ചർ ആദ്യം ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. കാരണം 0 നല്ല ഗ്രാഫ് തുടങ്ങുന്നത് ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്ന് ഇങ്ങനെ കൂടി വന്നേച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോഴത്തേന് ഇതൊരു കോൺസ്റ്റന്റ് ആയി മാറും, അല്ലേ? എത്ര ചൂടാക്കിയാലും ഒരു പരിധി വരെയല്ലേ ചൂടായി വികസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന മാക്സിമം വാല്യൂ എത്രയാണോ അതായിരിക്കും. അതിനുശേഷം എന്നാ പറ്റും? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനുശേഷം എക്സ്പാൻഷൻ വിൽ ബി എ കോൺസ്റ്റന്റ്. ഇതാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഹെഡിങ്. ലീനിയർ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. ഇതെന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ ചോദിച്ചാൽ എഴുതണം. കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, അതാണ് ആൽഫ ബീറ്റ ഗാമ, ഏതും ആയിക്കോട്ടെ. കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ VI കർവിനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വേഴ്സസ് ആൽഫ ബീറ്റ ഗാമാനെ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് തെർമൽ അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അത് വരയ്ക്കാൻ പറഞ്ഞാൽ അതൊരു ഗ്രാഫാണെന്ന് മനസ്സിലാക്കണം. ഈ ഗ്രാഫ് വരയ്ക്കണം. ഇതിന്റെ y ആക്സിസ് നിങ്ങൾക്ക് ആൽഫ ബീറ്റ ഗാമ എഴുതാൻ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഗാമ കൊടുത്തേക്കാം. y ആക്സിസ് ഗാമ. മനസ്സിലായോ? ക്ലിയർ ആയോ? എഴുതിയെടുക്കാവോ? സിമ്പിൾ ആണ്, മനസ്സിലാക്കി അങ്ങ് എഴുതിക്കും. സോ ഇപ്പൊ നമുക്ക് ആൽഫയും ബീറ്റായും തമ്മിലുള്ള റിലേഷൻ എഴുതണം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഷോ ദാറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ആൽഫ. എങ്ങനെ ചെയ്യും? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്നാ? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്നാ? ബീറ്റ എന്നാ ലക്ഷ്മി? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? എന്നാ പറഞ്ഞ ആൽഫയും ബീറ്റയും എന്നാ? പറഞ്ഞങ്ങ് പോയല്ലേ ഉള്ളൂ. ആൽഫ എന്നാ? കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതാണ് ആ കോൺസ്റ്റന്റ് പേര് കേട്ടോ. ബീറ്റ എന്നായിരിക്കും? ഏരിയ എക്സ്പാൻഷൻ. ഗാമ എന്നായിരിക്കും? കോയിഫിഷ്യന്റ് ഓഫ് വോളിയം. അപ്പൊ ചോദിച്ചത് ലീനിയർ ആയിട്ടും ഏരിയ ആയിട്ടും എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളതല്ലേ ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ കയ്യിലൊരു ഏരിയ ഉള്ള ഒരു ബോഡി ഉണ്ട്. അതിന്റെ ഒരു വശത്തിന്റെ അളവ് എന്ന് പറയണത് എല്ലായിരുന്നു. ഇതും L.
അപ്പൊ അതിന്റെ ഏരിയ എത്രയായിരിക്കും? L square. L square. ഞാൻ പറയുന്നത് അതിന്റെ വലിപ്പം അല്ലെ ടെമ്പറേച്ചർ അതിന്റെ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് L പ്ലസ് ഡെൽറ്റ എൽ എന്ന് വർദ്ധിപ്പിച്ചു. ഇതും L പ്ലസ് ഡെൽറ്റ എൽ എന്ന് വർദ്ധിപ്പിച്ചു. അപ്പൊ ഏരിയ എത്രയായിരിക്കും? L പ്ലസ് ശരിയല്ലേ? ഇനി ആൽഫയുടെ റിലേഷൻ എന്നാ? നമ്മുടെ ആൽഫയുടെ റിലേഷൻ നമുക്ക് എവിടെയെങ്കിലും ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൽഫ എന്ന് കൊടുക്കാം. പിന്നെ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 1 ബൈ ഡെൽറ്റ ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബീറ്റ എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് വഹിക്കണം. ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ എത്രയാ? ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇതേ മൈനസ് ഇതിന്റെ ഏരിയ അല്ലെ? ഇതിന്റെ ഏരിയ മൈനസ് ഇതിന്റെ ഏരിയ, അങ്ങനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ്, അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് 2L ഡെൽറ്റ എൽ മൈനസ് എൽ സ്ക്വയർ. അപ്പൊ എങ്ങനെയാവും? 2L ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ. നമ്മൾ പറയാറുണ്ട് ഡെൽറ്റ എൽ വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ എൽ സ്ക്വയർ വളരെ ചെറുതായിരിക്കും, അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പം ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാകും? 2L ഡെൽറ്റ എൽ. നമ്മൾ ബീറ്റയുടെ റിലേഷൻ എഴുതുവാണ്. ഡെൽറ്റ എ ബൈ എ എടുത്തു, അതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡെൽറ്റ ഇവിടെ കണ്ടുപിടിച്ചു. 2L ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എ എത്രയാ? ഏരിയ എത്രയാ ആദ്യത്തെ? വെരി ഗുഡ്, എൽ സ്ക്വയർ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു എല്ലും ഇതും വെട്ടിക്കളയാം. 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ. നോക്കിയേ, ഡെൽറ്റ എ ബൈ എ എന്നുള്ളതിന് എന്നാ കൊടുക്കാം? ബീറ്റ ഡെൽറ്റ ടി എന്ന് കൊടുക്കാം അല്ലെ? ഇതിങ്ങ് ഗുണിച്ചു കഴിഞ്ഞാൽ ബീറ്റ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. ശരിയല്ലേ? ഇതിങ്ങ് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എല്ലിന് പകരം ആൽഫ ഡെൽറ്റ ടി എന്ന് പറയും. അപ്പം വെട്ടിക്കളഞ്ഞാൽ ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. വളരെ എളുപ്പം, ഒന്നും ചെയ്യാനില്ല. ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ ചെയ്യും. ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് എല്ലിന്റെ കൂടെ ഡെൽറ്റ എൽ കൂടി, അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ് ആദ്യത്തെ എൽ. അതിന് മുമ്പ് കൂടെ വേണം ഒരു ഏരിയ എ ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് 1, ഇത് 2. അപ്പം ഡെൽറ്റ എ ബൈ എ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 1. ക്ഷേമം കിട്ടിയല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയയുടെ ബീറ്റ എന്ന് പറഞ്ഞപ്പോ ഈ 2വിനെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് 2 ആൽഫ എന്ന് എഴുതി. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എല്ലിന്റെ ഏതാ? ക്യൂബ്. അപ്പൊ ഗാമ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 3 ആൽഫ എന്ന് എഴുതാം. നിങ്ങൾക്ക് അങ്ങനെ ഐഡിയ കിട്ടിയോ എവിടുന്നേലും? ഇല്ല, മനസ്സിലായില്ല? ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞതാ, ഇത് തെറ്റിപ്പോയിരിക്കാൻ. ഏരിയ എന്ന് പറയുന്നത് എല്ലിന്റെ സ്ക്വയർ അല്ലേ? അപ്പം ഏരിയയുടെ എക്സ്പാൻഷൻ ബീറ്റ അല്ലെ? എല്ലിന്റെ ആൽഫ. ഈ 2 ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി. കണ്ടോ? വോളിയം എന്ന് പറഞ്ഞാലോ? എൽ ക്യൂബ്. വോളിയത്തിന്റെ ഏതാണ്? ഗാമ. എല്ലിന്റെ ഏതാണ്? ആൽഫ. ഈ 3 എന്നാ ചെയ്യണം? മനസ്സിലായത്?
മറന്നു പോകാതിരിക്കാൻ പറഞ്ഞാണ്. മറന്നുപോയാൽ പിന്നെ മുഴുവൻ ഡിറൈവ് ചെയ്താലേ ആ സമയത്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ L square 2 alpha, L cube 3 alpha. Okay. Next question, show that gamma is equal to 3 alpha. ചെയ്യാവോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വോളിയം അല്ലേ? അപ്പം ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് V, ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ L ക്യൂബ് ആയിരിക്കും. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് പടമൊക്കെ വരയ്ക്കണം കേട്ടോ. L പ്ലസ് ഡെൽറ്റ L ഓൾ ക്യൂബ്. A പ്ലസ് ബി ഓൾ ക്യൂബിന്റെ ഇക്വേഷൻ അറിയാവോ? A ക്യൂബ് പ്ലസ് ഡെൽറ്റ L ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ L പ്ലസ് 3L ഡെൽറ്റ L സ്ക്വയർ പോരെ. ഇത്രയും മതി. അപ്പം ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ അല്ലെ, ചേഞ്ച് ഇൻ വോളിയം എത്രയാണ്? ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മൈനസ് ആദ്യത്തെ വോളിയം. ദാറ്റ് മീൻസ് L ക്യൂബ് പ്ലസ് ഡെൽറ്റ L ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ L പ്ലസ് 3L ഡെൽറ്റ L മൈനസ് L ക്യൂബ്. അത് നമുക്ക് ഡെൽറ്റ L സ്മോളാ, ഡെൽറ്റ L സ്ക്വയർ. അപ്പം ഡെൽറ്റ Lന്റെ സ്ക്വയർ വരുന്നതിനെയും ഡെൽറ്റ Lന്റെ ക്യൂബ് വരുന്നതിനെയും നെഗ്ലക്ട് ചെയ്യാം. ഇതും പോകും. പിന്നെ ഏതേ ഉള്ളൂ? സ്ക്വയർ ഡെൽറ്റ L, അതാണ് ഡെൽറ്റ വി. ഇനി നമ്മൾ എന്നാ ചെയ്യണം? ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു 3L സ്ക്വയർ ഡെൽറ്റ L ബൈ വിയുടെ വാല്യൂ എത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞേ? L ക്യൂബ് അല്ലേ, വോളിയം. രണ്ടും വെട്ടിപ്പോയ താഴെ ഒരു L ഉണ്ട്. 3 ഡെൽറ്റ L ബൈ L. ഇതെന്ന് പറയുന്നത് ഗാമയല്ലേ? 3 ഇൻറ്റു ആൽഫ. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. A plus b all cube is equal to A cube plus 3A square b. ആദ്യത്തെ സ്ക്വയർ ഇൻറ്റു രണ്ടാമത്തെ ടൈം പ്ലസ് 3A രണ്ടാമത്തെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ക്യൂബ്. അപ്പൊ എങ്ങനെയാവും? L പ്ലസ് ഡെൽറ്റ L ആയിരുന്നു ആദ്യത്തെ ക്യൂബ്. L ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ഡെൽറ്റ L പ്ലസ് 3L ഡെൽറ്റ L സ്ക്വയർ പ്ലസ് ഡെൽറ്റ L ക്യൂബ്. ശരിയല്ലേ? ഇത് ഡെൽറ്റ വി ആ. മനസ്സിലായോ? ഡെൽറ്റ വിക്ക്. അപ്പം ഇനി ഇതേ മൈനസ് വി ചെയ്യുമ്പം ഈ L ക്യൂബും ക്യാൻസൽ ആവും. പിന്നെ നമ്മൾ എന്നാ ചെയ്യും? ഡെൽറ്റ L വളരെ ചെറുതായാലും ഡെൽറ്റ Lന്റെ ക്യൂബും സ്ക്വയറും ഉള്ള ടൈം ക്യാൻസൽ ചെയ്യും. പിന്നെ 3L സ്ക്വയർ ഡെൽറ്റ L മാത്രം മിച്ചം വരും. അതേ ബൈ വോളി എടുക്കുമ്പോൾ L ക്യൂബ് താഴെ വരും. വെട്ടിക്കളയുമ്പോൾ താഴെ ഒരു L വരും. അപ്പം 3 ഇൻറ്റു ആൽഫ വരും. മനസ്സിലായോ? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കേട്ടിട്ടുണ്ടോ? വാട്ടറിന് മാത്രമുള്ള പ്രത്യേകതയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ലക്ഷ്മി എന്നാ? എന്നാ പറഞ്ഞ ലക്ഷ്മി? വാട്ടറിന് 0 ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസില് 0 ഡിഗ്രി സെൽഷ്യസില് ഐസ് ആവും. ആണോ? അവിടെ നിൽക്കട്ടെ. കാർത്തി
എന്തോ anomalous expansion of water ന് സെയിം ഉത്തരാണെ അത് തന്നെയാന്ന് പറഞ്ഞാൽ മതി. വെരി ഗുഡ്. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ പറയാം 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ. എവിടെ പോലെ 0 മുതൽ 4 വരെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലക്ഷ്മി അല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഐസ് ആകുന്നിടം മുതൽ അല്ലേ ഒരു തുള്ളി ടെമ്പറേച്ചർ. ഇപ്പൊ ഏതൊരു വസ്തു ആണെങ്കിലും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാല് ഓളി എന്നാ പറ്റും, കൂടും അല്ലേ. if we increase the temperature, if temperature increases, volume increases. അതാണ് യൂണിവേഴ്സലി ഒരു ലോ ആയി നിൽക്കുന്നത്. But in the case of water, when we raise the temperature from 0 degrees Celsius to 4 degrees Celsius, water contract instead of expanding. Water contract എന്ന് പറഞ്ഞാൽ contract instead of expansion. ഇതാണ് anomalous behavior of water. അതല്ല കേട്ടോ ലക്ഷ്മി. അതായത് സാധാരണയല്ല അനോമലസ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ബിഹേവിയർ എന്നാണ് അതിന്റെ. ബാക്കിയല്ല ഒരുപോലെ, ഇവൻ മാത്രം വേറൊരു രീതിയിൽ. നമ്മൾ പറയല്ലേ തലതിരിഞ്ഞ് തരം കാണിക്കുന്നത്. എല്ലാത്തിന്റെയും ടെമ്പറേച്ചർ കൂട്ടിയാൽ അവന്റെ എല്ലാം വോളിയം കൂടും. പക്ഷേ ഇതിന്റെ ഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോ ഒരു ഗ്രാഫ് എടുത്ത് അതിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ ഈ പറയുന്ന പോലെ ടെമ്പറേച്ചർ കൊടുത്ത് പറഞ്ഞ 0, 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, 4 ഡിഗ്രി വരെ 0 എന്നാണെങ്കിൽ അതിന്റെ വോളിയം കുറഞ്ഞു വരും. കണ്ട, പിന്നെ വീണ്ടും. അപ്പം ദിസ് ഈസ് എ പോയിന്റ് only in the case of water. Around 1.0000 സെന്റിമീറ്റർ ക്യൂബിലാണ്. അപ്പൊ ആദ്യം 0 ആയിരുന്നപ്പോ 1.000013 ഉണ്ടായിരുന്ന വോളിയം എന്നാ ചെയ്തു, കുറഞ്ഞു. ടെമ്പറേച്ചർ കൂട്ടി, പക്ഷെ വോളിയം കുറഞ്ഞു. This is the anomalous expansion of water. Generally, all bodies expand on heating. But in the case of water, when the temperature increases from 0 to 4 degree, the water contracts instead of expansion. This behavior of water is called anomalous behavior of water. And ഇവിടെ വോളിയം ഏറ്റവും കുറവല്ലേ. So at 4 degrees Celsius, water has the maximum density. യൂണിറ്റ് ഒരു കൃത്യ മാസം എടുത്തേക്കുവാണെങ്കിൽ വോളിയം കൂടിയ അല്ല, വോളിയം ഏറ്റവും കുറയുമ്പം ഡെൻസിറ്റി കൂടും. ഏറ്റവും കുറവ് ഡെൻസിറ്റി എത്രയാ, 4 ഡിഗ്രി സെൽഷ്യസിൽ. സോറി, വോളിയം ഏറ്റവും കുറവ് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. സോ ദ മാക്സിമം ഡെൻസിറ്റി ഫോർ H2O is equal to at 4 degree Celsius. You obtain the maximum density. Clear ആണോ? ഇനി തെറ്റിച്ച് പറയുവോ? Generally, all bodies expand on heating. In the case of water, when the temperature increases from 0 to 4 degrees Celsius,
എഴുതിയാ? It contracts instead of expansion. It contracts instead of expansion. This extraordinary behavior of water is called. This extraordinary behavior of water is called. That is called anomalous expansion of water. Therefore, the water has maximum density at 4 degrees Celsius. അങ്ങനെ പോരെ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതിയെല്ലാം ഉണ്ട്, ആ പടോടെ വരച്ചു വെച്ചാൽ മതി. This water has maximum density at 4 degrees Celsius. ഞാൻ വരച്ചെഴുതിയെടുത്ത്. One is specific heat capacity. കേട്ടിട്ടുണ്ടോ? Specific heat capacity. Second one, latent heat capacity. Specific heat capacity ക്ക് മുമ്പ് ആദ്യം ഹീറ്റ് കപ്പാസിറ്റി എന്നാന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്? ഹീറ്റ് കപ്പാസിറ്റി substance heat. The heat capacity is the amount of heat required to raise the temperature by 1 degree Celsius. What's the substance by 1 degree Celsius? ഒരു വസ്തുവിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആവശ്യമായ താപത്തിന്റെ അല്ലെങ്കിൽ ഹീറ്റിന്റെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹീറ്റ് കപ്പാസിറ്റി ഇപ്പൊ എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ 1 കെൽവിൻ വർദ്ധിപ്പിക്കാം, അങ്ങനെ വേണേ പറയാം. അപ്പം ഹീറ്റ് അല്ലേ, അപ്പൊ ക്യൂ ബൈ ടെമ്പറേച്ചർ ടി, അല്ലെങ്കിൽ ജൂൾ ഡിവൈഡഡ് ബൈ കെൽവിൻ, ഓർ ജൂൾ കെൽവിൻ റേസ് ടു -1. ശരിയല്ല അതിന്റെ യൂണിറ്റ്? വളരെ എളുപ്പമാണ്. The amount of heat required to raise the temperature of a body by 1 degree Celsius or 1 Kelvin. Second one, specific heat capacity. ഒന്നുമില്ല, 1 കിലോഗ്രാം വസ്തുവിന്റെ temperature required to rise 1 degree of 1 kilogram substance, or is the amount of heat required to raise the temperature of 1 kilogram substance to 1 degree Celsius. So ഇവിടെ വരുമ്പം S equal to Q by T മാത്രം പോരാ. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1 by ഒരു മാസിന്റെ ടേമോടെ വരികയല്ലേ. ജൂൾ കെൽവിൻ റേസ് ടു -1
kilogram raised to -1 or joule kilogram raised to -1 Kelvin raised to -1. ഈ യൂണിറ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ടേബിൾ പൂർത്തിയാക്കാൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒറ്റയടിക്ക് S = Q/T നോക്കുക. ഓക്കെ, 1 കിലോഗ്രാം വസ്തുവിന്റെ ആകുമ്പം 1/m വരും. ഇനി മൂന്നാം ഓർമ്മ വേണം ചോദിക്കാം, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിനായിരിക്കും മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 മോൾ വസ്തുവിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ. അപ്പൊ എങ്ങനെ ആകും? S = Q/T. അപ്പൊ നിങ്ങൾക്കെല്ലാം ΔQ ആയിരിക്കും ഇട്ട് തന്നിരിക്കുന്നത് കേട്ടോ, അങ്ങനെ എഴുതിക്കോ. ഇൻറ്റു 1/μRT, മ്യൂ മോളിന്റെ. അപ്പൊ എങ്ങനെ വരും? ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. മനസ്സിലായോ? ഹീറ്റ് കപ്പാസിറ്റി 3 എണ്ണം ഉണ്ട്. വെറും ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഒരു വസ്തുവിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടത് ഹീറ്റ് കപ്പാസിറ്റി. 1 കിലോഗ്രാമിന്റെ വർദ്ധിപ്പിക്കാൻ വേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 മോൾ വസ്തുവിന്റെ വർദ്ധിപ്പിക്കാൻ വേണ്ടത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി എന്നാ? ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റിയിൽ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. But the phase is changed. Phase change is occurred. Phase എന്ന് പറഞ്ഞ എന്നാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ ഞാന് ഇതിന്റെയും ഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ഗ്രാഫില് ഒരു വസ്തുവിനെ ചൂടാക്കി കൊണ്ടുവന്നു. 0 ഡിഗ്രി ഇരുന്ന ഐസിനെ ചൂടാക്കി ഒരു പർട്ടിക്കുലർ ഡിഗ്രി എത്തിയപ്പം, അല്ലെങ്കിൽ ആദ്യം മൈനസിലിരിക്കട്ടെ, -20 ഡിഗ്രി സെൽഷ്യസിൽ, -20 ഡിഗ്രി സെൽഷ്യസ് അവൻ ഐസ് കട്ടയായിരുന്നു. ഇവിടെ അവൻ 0 ഡിഗ്രി സെൽഷ്യസിലാകുമ്പം അവൻ എന്നെ ആവും? അവിടെയാണ് ഈ പ്രത്യേകത. ഇവൻ നേരെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടന്ന ആ 0യിൽ തന്നെ, ടെമ്പറേച്ചർ കൂടിയില്ലല്ലോ, 0യിൽ തന്നെ അത് വെള്ളമായി. അപ്പൊ ഇത്രയും പോർഷൻ, ദിസ് ഈസ് ദ ഫേസ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. ഇവിടെ ഇത് സോളിഡ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസില് അത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോയി. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഉയർത്തുന്ന ഇത് സ്പെസിഫിക് ഹീറ്റും, ഇതാണ് ലേറ്റന്റ് ഹീറ്റ്. അങ്ങനെയെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ തിരിച്ചെന്നാ പറ്റും? ഇവിടെ ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിലാണ്, എന്നാ പറ്റും? ആ 100ൽ നിന്നുകൊണ്ട് തന്നെ എന്നാ പറ്റും? ടെമ്പറേച്ചർ കൂടാതെ ഹീറ്റ് എടുത്തുകൊണ്ട്, ബോഡി ടെമ്പറേച്ചർ കൂടാതെ ഹീറ്റ് എടുത്തുകൊണ്ട് എന്നാ പറ്റും? ലിക്വിഡിൽ നിന്ന് ഈ പോയിന്റ് വരുമ്പോൾ ഗ്യാസ് ആയി മാറും. പിന്നെ ഗ്യാസിൽ നിന്ന് ടെമ്പറേച്ചർ കൂടും. ഐഡിയ കിട്ടിയോ? ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ്. അപ്പം ദ ടെമ്പറേച്ചർ ഓർ ദ ഹീറ്റ് റിക്വയർഡ് ടു ഫേസ് ട്രാൻസ്ഫോർമേഷൻ without any increase in temperature. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മീൻ വേകാൻ പാട, അല്ലെങ്കിൽ മീൻ കറി വെക്കാനാ പാട് ഈ എണ്ണ. അത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ കൂടുതലായതുകൊണ്ടാണ്. അത് തിളച്ച് ഇവിടെയൊക്കെ കുറെ ഹീറ്റ് എടുക്കും അത്. അതുപോലെ തന്നെയാണ് വാഹനത്തിന്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത്. ഇത് രണ്ടും ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റിയുടെ ചോദ്യമാണ് കേട്ടോ. കുക്കിങ്ങിന്റെ കേസിൽ
അതുപോലെ വണ്ടിയുടെ റേഡിയേറ്ററിൽ വാട്ടർ ഉപയോഗിക്കുന്നത്, വേറൊന്നും ഒഴിക്കാത്തത്. വാട്ടർ എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന്റെ കൂടുതലായതുകൊണ്ട്. ഇത്രയും ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. പോരെ?